അസുഖങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. ഇത്തരം സാഹചര്യത്തിൽ ക്ഷമയോടെ ആവശ്യമായ ചികിത്സകൾ നടത്തുക എന്നുള്ളത് മതത്തിൽ പുണ്യമുള്ള അമല് കൂടെയാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആയത്തുകളും ഹദീസിൽ പറയുന്ന ദിക്റുകളും ദുആകളും ചെയ്ത് ആത്മീയമായ ചികിത്സ നടത്തുന്നതും ശിഫക്ക് കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾക്ക് കൈയിൻ്റെ വിരലിൽ ഒരു കുരു ഉണ്ടാവുകയും ഇത് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യയോട് പറയുന്നുണ്ട്, ഔഷധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതെടുത്തു കൊണ്ടുവരാൻ വേണ്ടി. അത് കൊണ്ടുവന്നുകൊണ്ട് ഭാര്യ തൻ്റെ കയ്യിൽ പുരട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്റ് കൂടെ ചൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലാഹുമ്മ മുസഖ്ഖിറൽ കബീർ വ മുകബ്ബിറസ് സഗീരി സഖിർ മാ ബി എന്ന ദിക്റ് കൂടെ നീ ചൊല്ലൂ, എന്നിട്ട് പുരട്ടൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹദിയായ ബീവി ആ മരുന്ന് പുരട്ടുന്നതോടൊപ്പം ഈ ദിക്റ് കൂടെ ചൊല്ലി അങ്ങനെ ആ കുരു ഉണങ്ങിപ്പോയി എന്ന് ഈ ഹദീസിൽ പറയുന്നത് കാണാം. ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കും ഇത്തരം മാറാത്ത കുരുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം ഇത്തരം ദിക്റുകൾ കൂടെ ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ശിഫയാകാൻ കാരണമാകും.